ക്ലാസ് 8 ഓണം എക്സാം സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. പരീക്ഷ മാറ്റിവെക്കുമോ വീണ്ടും നടത്തുമോ? ഇതാണ് നമ്മൾ കണ്ടത്, ഇതാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെ ശരിയാണോ സാറേ? ഇത് ശരിയാണോ സാറേ? യെസ്, അതായത് പരീക്ഷ ഒന്നും മാറ്റിവെക്കാൻ യാതൊരുവിധ നടപടി ഉണ്ടായിരിക്കില്ല. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നത്, അതായത് ആദ്യമേ ഞാൻ പറയുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. നിങ്ങളുടെ ഫസ്റ്റ് 15 മിനിറ്റിലെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ സാറ് പറഞ്ഞു തന്നെയാണല്ലോ, അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ സ്കൂളത്തെ ടീച്ചേഴ്സിനോടൊക്കെ പറയും, സാർ അല്ലെങ്കിൽ ഞങ്ങളുടെ സൂപ്പർ മാഷ് ക്വസ്റ്റ്യൻസ് ഇന്നലെ തന്നെ ഞങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്ത് തന്നിരുന്നു, ഇതേ ക്വസ്റ്റ്യൻസ് അതിലുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പിടിച്ചോ, ധൈര്യമായിട്ട് പിടിച്ച മക്കളെ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ വരും. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ SCRTയുടെ മോഡലും അതുപോലെ തന്നെ പല ഏജൻസികൾ നടത്തിയ ക്വസ്റ്റ്യൻസും പിന്നെ പല ട്യൂഷൻ സെന്ററുകൾ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും ചോർന്നു എന്ന് തോന്നും, പരീക്ഷ എങ്ങാനും വീണ്ടും നടത്തുമോ എന്ന് തോന്നും. കാരണം അത്രക്കും അടിപൊളിയായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. അതിൽ നിങ്ങൾ പഠിക്കേണ്ടതാ മാപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും പഠിക്കണം. മാപ്പ് എന്തായാലും ചോദിക്കും. മാപ്പ് അടയാളപ്പെടുത്താണ്ട് ഇന്ത്യൻ്റെ മാപ്പ് നോക്കിയിട്ട് പല സ്ഥലങ്ങളിൽ ബറൂച്ചി, പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, അങ്ങനത്തെ ദാമൻ, ദിയു, ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ എവിടേക്കാണെന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പോർച്ചുഗീസുകാരുടെ ഇൻഫ്ലുവൻസ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? അറിയാലോ, ഇതൊക്കെ അവർ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ്. പിന്നെ കാഷ്യൂ ട്രീ, അതുപോലെ തന്നെ ഗുവ, പേരക്ക, പൈനാപ്പിൾ, ഈ കശുമാവ്, പേരക്ക, പൈനാപ്പിൾ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തവരാണ്. ഫോർട്ട് മാനുവൽ എന്നുള്ള അല്ലെങ്കിൽ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് യൂറോപ്യന്മാരുടെ ആദ്യത്തെ കോട്ടയാണ്. അത് പോർച്ചുഗീസുകാരാണ്. അത് മനസ്സിലാക്കിയ ആദ്യത്തെ അച്ചടിശാല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ചവിട്ട് നാടകം, പിന്നെ അതുപോലെ തന്നെ മാർഗം കളി, ഇതൊക്കെ അവരാണ് കൊണ്ടുവന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ടതാണ് പുതിയ എൻഫീൽഡ്, അതായത് പുതിയ തോക്ക് ഇറക്കിയപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യങ്ങളാണ്. അതിൻ്റെ റീസൺസ്, അതിൻ്റെ കാരണങ്ങൾ ചോദിക്കും മക്കളെ. അതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അവസാന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അതായത് എസ്എ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റീസൺസ് മക്കളോട് ചോദിക്കും. കാരണങ്ങൾ പഠിച്ചു വെക്കണം. ആ കാരണങ്ങളാണ് ഇതൊക്കെ, അത് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കുറച്ച് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്തായാലും പഠിക്കണം. 3 ബേസിക് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ എന്തായാലും ചോദിക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒളിഞ്ഞെടുക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്, അതായത് നമ്മുടെ മൂലധന തീവ്ര സാങ്കേതിക രീതി എന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും കൂടുതൽ എന്താണ്? ഇത് തൊഴിലിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ്. ഇത് എന്തായിരുന്നു? ക്യാപിറ്റൽ, അതായത് മൂലധനം കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ടെക്നിക്കാണെങ്കിൽ എന്താണ്? അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. അല്ല, തൊഴിലിനെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റേത് മൂലധന തീവ്ര സാങ്കേതിക രീതി. ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകതകൾ മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. പ്രത്യേകതകൾ എന്തായാലും ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. അതിന്റെ എന്ത് ചെയ്യണം? പ്രത്യേകതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കണോമിക്സ്, അതായത് വ്യത്യസ്ത തരം സാമ്പത്തിക വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? 3 എണ്ണം ഉണ്ട്. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുതലാളിത്തം ഇതുണ്ട്. സോഷ്യലിസ്റ്റ്, അത് മലയാളവും ഇംഗ്ലീഷും ഒന്ന് തന്നെയാണ്. സോഷ്യലിസ്റ്റ് എന്ന് പറയും. ഇതിന്റെ സവിശേഷതകൾ പഠിച്ചു വെക്കണം. മിക്സ്ഡ് എക്കണോമി, മിശ്ര സമ്പത്ത് വ്യവസ്ഥ. ഞാൻ അത് ഫുൾ എഴുതുന്നില്ല. മിശ്ര സമ്പത്ത് വ്യവസ്ഥ. ഇത് രണ്ടും കൂടി ചേർന്നതാണ് മക്കളെ ഏതെന്ന് പറയുന്നത്? ഈ 2 എണ്ണം, അല്ല ഈ 3-ാമത്തത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അക്സെപ്റ്റ് ചെയ്ത സമ്പത്ത് വ്യവസ്ഥ ഏത് എക്കണോമിയാന്ന് വെച്ചാൽ മിക്സ്ഡ് എക്കണോമിയാണ്. അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കാൻ വേണ്ടി പറയും. അപ്പൊ ഈ 3 എണ്ണം എന്തായാലും മക്കൾ തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ടു. ഇത് എക്സാമിന് ചോദിക്കും. ഇപ്പൊ സാറ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നും ക്വസ്റ്റ്യൻ പേപ്പർ സാറ് കണ്ടിട്ടായിരിക്കും, നിങ്ങൾക്ക് തോന്നും ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും സാറ് ചോർത്തിയോ എന്ന്. അങ്ങനെ ചോർത്തിയെന്ന് ചോദിക്കുന്നവരോട്, അങ്ങനെ ചോർത്തിയെന്ന് പറയുന്നവരോട് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നട്ടെല്ല് വളക്കാതെ നിങ്ങൾക്ക് പറയാൻ കഴിയണം, അങ്ങനെ ചോർത്തിയതല്ല. ഞങ്ങളുടെ സൂപ്പർ മാഷ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാത്രിയെ പകലാക്കി മാറ്റി, ഉറക്കമൊഴിച്ച് ഊണ് കഴിക്കാതെ പല സമയങ്ങളായിട്ട് ഒരുപാട്
ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് അതിൽ നിന്നും വരുന്ന ചാൻസസ് നോക്കിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അത് വന്നിരിക്കും.